തമിഴ് മണ്ണിലെ ദശാബ്ദങ്ങൾ നീണ്ട രാഷ്ട്രീയ സമവാക്യങ്ങളെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു പുതിയ ജനനായകൻ ഭരണസിംഹാസനത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ്. സിനിമയിലെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് ജനകോടികളുടെ പ്രതീക്ഷയായി മാറിയ സി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് വെറുമൊരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ചരിത്രപരമായ ഒരു വഴിത്തിരിവാണ്. MGRനും ജയലളിതയ്ക്കും ശേഷം തമിഴ് ജനത ഹൃദയത്തിലേറ്റിയ ഒരു സിനിമാ താരം നേരിട്ട് ഭരണത്തലപ്പത്തേക്ക് എത്തുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പോലെ തന്നെ പ്രവചനാതീതമായ നീക്കമായിരുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ വൻമരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തമിഴക വെട്രി കഴകമെന്ന പാർട്ടിയുമായുള്ള വിജയിയുടെ കടന്നുവരവ് യുവാക്കൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. 2026 മെയ് 10 ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് കണ്ട എക്കാലത്തെയും വലിയ ജനപങ്കാളിത്തത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. മാറ്റത്തിനായി ദാഹിച്ച ജനതയ്ക്ക് മുന്നിൽ ഒരു പുതിയ ബദലായി വിജയ് മാറിയപ്പോൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കപ്പെട്ടു. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വൻ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് അതിന്റെ സംഘാടനം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും അവസ്മരണീയമായി. 2026 മെയ് 10 രാവിലെ 10 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പുലർച്ചെ മുതൽ തന്നെ ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയം TVK പ്രവർത്തകരുടെയും വിജയ് ആരാധകരെയും കൊണ്ട് നിറഞ്ഞിരുന്നു. 10,000-കണക്കിന് ആളുകളാണ് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി പേപ്പറിൽ നോക്കാതെ തന്റെ സിഗ്നേച്ചർ ശൈലിയിൽ, സിനിമാ സ്റ്റൈലിൽ ആണ്ടവർ മീതെ ആണയിട്ട് വിജയ് നടത്തിയ സത്യപ്രതിജ്ഞ സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തി. ദേശീയ തലത്തിലുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം ചടങ്ങിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മുൻനിരയിൽ ഉണ്ടായിരുന്നു. തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖരും വിജയുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കുചേർന്നു. വിജയോടൊപ്പം 9 മന്ത്രിമാരാണ് ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ തമിഴ്നാട്ടിൽ ഭരണം ഉറപ്പിച്ചത്. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ചെന്നൈ നഗരത്തിൽ ഉടനീളം വലിയ തോതിലുള്ള ആഘോഷങ്ങളാണ് നടന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായ ചെന്നൈയിൽ ഒരു സിനിമാ താരം നേരിട്ട് അധികാരം പിടിച്ചത് ലോകമാധ്യമങ്ങളുടെയും ശ്രദ്ധയാകർഷിച്ചു. തമിഴ്നാട്ടിലെ പരമ്പരാഗത ദ്രാവിഡ കക്ഷികളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് വിജയുടെ TVK അധികാരം പിടിച്ചെടുത്തത്. 234 അംഗങ്ങളുള്ള തമിഴ്നാട് നിയമസഭയിൽ 120 MLA-മാരുടെ പിന്തുണയോടെയാണ് വിജയ് സർക്കാർ രൂപീകരിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 എന്ന സംഖ്യ മറികടക്കാൻ TVKയ്ക്ക് സാധിച്ചു. സിനിമാ രംഗത്ത് നിന്ന് പൂർണ്ണമായും വിരമിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയുടെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. DMK, ADMK എന്നീ വൻമരങ്ങളെ നേരിട്ടാണ് TVK വിജയം നേടിയത്. നിലവിൽ TVK ഒറ്റയ്ക്കാണ് ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നത്. എങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പിന്തുണ സർക്കാരിനുണ്ട്. വരാനിരിക്കുന്ന വിശ്വാസ വോട്ടിന് ശേഷമായിരിക്കും സഖ്യകക്ഷികളിൽ നിന്നുള്ള മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. വിജയുടെ വിജയത്തിന് നിർണായകമായത് യുവാക്കളുടെയും ആദ്യമായി വോട്ട് ചെയ്യുന്നവരുടെയും പിന്തുണയാണ്. ഈ ജനപിന്തുണ തന്നെയാണ് സഭയിൽ TVKയുടെ കരുത്ത്. തമിഴ്നാടിന്റെ വികസനത്തിനും അഴിമതിരഹിത ഭരണത്തിനുമായി വിജയ് പ്രതിജ്ഞാബദ്ധനാണെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. 10ാം തവണ സഭയിലെത്തുന്ന KM സെങ്കോട്ടയ്യൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം ഭരണത്തിൽ വിജയ്ക്ക് വലിയ സഹായകരമാകും. തമിഴ്നാടിന്റെ രാഷ്ട്രീയ സുസ്ഥിരത മുൻനിർത്തി സഖ്യകക്ഷികളുമായി ചേർന്നുള്ള നീക്കങ്ങളാണ് വിജയ് നടത്തുന്നത്. നിലവിലത്തെ മന്ത്രിസഭാ പട്ടികയിൽ കോൺഗ്രസ് പ്രതിനിധികളില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയെ ഭരണത്തിൽ പങ്കാളിയാക്കാൻ വിജയ് തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്ന വിശ്വാസ വോട്ടിന് പിന്നാലെ മന്ത്രിസഭാ വികസനവും നടക്കും. ഈ ഘട്ടത്തിലായിരിക്കും കോൺഗ്രസ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക. നിലവിൽ 9 മന്ത്രിമാരാണ് വിജയോടൊപ്പം ചുമതലയേറ്റിട്ടുള്ളത്. വിശ്വാസ വോട്ടിന് ശേഷം കൂടുതൽ വകുപ്പുകൾ സൃഷ്ടിക്കാനും സഖ്യകക്ഷികൾക്കിടയിൽ അവ വിഭജിക്കാനും വിജയ് പദ്ധതിയിടുന്നുണ്ട്. രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ യുവാക്കൾക്കും സാങ്കേതിക വിദ്യയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു ഭരണശൈലിയാണ് വിജയ് വിഭാവനം ചെയ്യുന്നത്. അഴിമതിരഹിത ഭരണം ഉറപ്പാക്കാൻ കർശനമായ നിയമനിർമ്മാണങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കാം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വിജയ് സർക്കാരിന് ദേശീയ തലത്തിൽ വലിയ പിന്തുണ നൽകുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പുതിയൊരു നയതന്ത്രം രൂപീകരിക്കാൻ ഈ സഖ്യം സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൂപ്രധാനം വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ തമിഴ്നാട് രാഷ്ട്രീയം ഒരു പുതിയ പാതയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തമിഴകം ഭരിച്ച രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ മാറ്റം ആഗ്രഹിച്ച ഒരു ജനതയുടെ പ്രതിഫലനമാണ്. ആണ്ടവൻ മീതെ ആണയിട്ട് വിജയ് നടത്തിയ ഈ പ്രഖ്യാപനം തമിഴ്നാടിന്റെ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കാനുള്ള പ്രതിജ്ഞയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആധുനികതയിലേക്കുള്ള തമിഴ്നാടിന്റെ യാത്ര ലോകം ഏറെ താല്പര്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത്.